ഇതെല്ലാം സഹിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം ആദിത്യം ബ്രോ. എന്താ ആദിത്യം ബ്രോ എന്താ വിളിക്കുന്നത്? പല പല വിളികളുണ്ട്. പരമു, എടാ പരമേശ്വര, ബേബേ. ചേട്ടൻ്റെ ചേർന്ന് കഴിഞ്ഞപ്പോ എന്റെ ലൈഫ് മാറിയത് ആദ്യത്തെ കല്യാണം കഴിച്ച് ആ ഒരു സ്പോട്ടിൽ നിന്നായിരുന്നു മാറിയത്. ലൈഫ് ഇസ് സോ ഈസി. പബ്ലിക്കിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? നയന എന്ന് പറഞ്ഞൊരു കുട്ടി ഔട്ടായി പോയതിന് ഒയ്യോ എന്നെ കണ്ണുകൂട്ടുന്ന ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരാള്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് നയന ഔട്ടായി പോയത്, നീയൊക്കെ എന്ത് പാടിയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്, എപ്പോഴും നിങ്ങളൊക്കെ എലിമിനേഷനിലാണ്. ഇങ്ങനായിരുന്നു. വീട്ടിൽ നിന്ന് മേടിക്കണം, ഫ്ലോറിൽ നിന്ന് മേടിക്കണം, നാട്ടുകാരിൽ നിന്ന് ഞാൻ മേടിക്കണം. രാജമൗലി സാർ വിളിച്ചു. രാജമൗലി സാർ വിളിക്കുമ്പോ അപ്പൊ എങ്ങനെയായിരുന്നു? ഹലോ, യൂഷ്വലി വിളിക്കുന്ന ഹലോ തന്നെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രാജമൗലി സാറിന്റെ നമ്പർ സേവ് പോലും ചെയ്തിട്ടില്ല. ഇത് രാജമൗലി സാർ കേൾക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളി ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമായിരുന്നു. കാണാറുന്ന ഒരാളാണ്. നിങ്ങൾ സബ് ടൈറ്റിൽ ഒന്നും ഇടാതിരുന്നോ മതി. ഇപ്പൊ ഒരു പാട്ട് പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ റെഡിയല്ലേ? പിന്നെ റെഡിയാണ്. എന്താ ഇപ്പൊ വിളിച്ചാലും വരുമെന്ന്. സൈലന്റിൽ മാറ്റിയിടാം, വരും. സ്റ്റാർ സിംഗറിലെ അന്നത്തെ സീസൺ 4 ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം എന്താ? ഞാനങ്ങനെ ഒന്നും മിസ് ചെയ്യുന്നില്ല. ഒന്നുമില്ല. ചിലർ വെറുതെങ്കിലും പറയും ഞങ്ങൾ അത് അന്നത്തെ ആ ഇരിപ്പാണ് ഞങ്ങൾ എല്ലാവരും കൂടി മിസ് ചെയ്യുന്നത്. ഒന്നുമില്ല, സത്യസന്ധമായിട്ട്. ഓക്കെ, ഇനിയിപ്പോ നേരെ തിരിച്ച് ഇപ്പോഴത്തേക്ക് വരാം. ഞാൻ വിചാരിച്ചത് ഇനിയൊരു 3 മിനിറ്റ് ഇതിനെ കുറിച്ച് എന്തോ പറയാൻ പോവാണ്. ഓക്കെ, ഒന്നുമില്ലെന്ന് സിമ്പിൾ ആക്കി കളഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. അവിടെ ഒരു മീൻകറി വെക്കുമായിരുന്നു അവര്, അത് നല്ല സ്വാദായിരുന്നു. അത് സത്യം പറയുന്നത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ലേ? അല്ലേ? ഇത് ഞാൻ ചോദിക്കണ്ടായിരുന്നു. കാലഘട്ടത്തിൽ അങ്ങനെ വലിയ നല്ല ഓർമ്മകളൊന്നും ഇല്ല. ശരിക്കും ആലോചിക്കുക, സോഷ്യൽ മീഡിയ ഇന്നത്തെ അത്ര ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് ലെവലിൽ പോയനല്ലോ അല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ലേ ശരിക്കും? ഇന്നത്തെ പോലത്തെ ആ ഒരു സാഹചര്യം അന്നത്തേതിൻ്റെതായിട്ട് വാല്യൂ ഉണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. കാരണം നമുക്ക് ചിലപ്പോ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു എല്ലാം കിട്ടുന്നത്. കിട്ടുന്നത് പറഞ്ഞപ്പോഴത്തെ പബ്ലിക്കിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയായിരുന്നു? വഴക്ക് മേടിക്കാനായിട്ടൊരു ജന്മമായിരുന്നു. സ്റ്റേജിൽ കിട്ടുന്നു. എലിമിനേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ആളുകളുടെ ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് അതിനകത്ത് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളൊക്കെ നേരത്തെ ഔട്ടായി പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ ഇവര് ഞാൻ എല്ലാ എലിമിനേഷനിലും ഉണ്ടല്ലോ, ഒരു സെമി ഫൈനൽ വരെ ഞാൻ എല്ലാ എലിമിനേഷനിലും ഉണ്ട്. അപ്പൊ കൂടെ നിൽക്കുമ്പോ ഞാൻ കേറിപ്പോരും. ചിലപ്പോ ഞാൻ ആ ഇതിൽ പാടാൻ തന്ന പാട്ട് ചിലപ്പോ ഞാൻ ഭംഗിയായിട്ട് പാടും, അപ്പൊ എന്നെ കയറ്റിവിടും. ആ എലിമിനേഷനിൽ മാത്രം കറക്റ്റ് ആയിട്ട് പാടി രക്ഷപ്പെട്ടു പോകും. പ്രഷർ കൂടിയിട്ടാണോന്ന് അറിയില്ല, അതോ മറ്റേ ചിലപ്പോ നമ്മൾ ചിലപ്പോ ഇതോടുകൂടി ഞാനിവിടെ നിറങ്ങിയാണ് സുഹൃത്തുക്കളെ, അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് പാടിയിട്ട് ഇറങ്ങണം, ആ ചിന്തയാണോ എന്ന് എനിക്ക് എപ്പോഴും ഓർക്കുന്നില്ല. എന്താണെങ്കിലും അതെപ്പോഴും വർക്കൗട്ട് ആകും. അപ്പൊ ഇങ്ങനെ കൂടെ നിന്ന് ഔട്ടായി പോയേക്കുന്ന മനുഷ്യരില്ലേ, അവരുടെ ഫാൻസ് റോട്ടിൽ നിന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. പിന്നെ നയന എന്ന് പറഞ്ഞൊരു കുട്ടി ഔട്ടായി പോയതിന് ഒയ്യോ എന്നെ കണ്ണുകൂട്ടുന്ന ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരാള് റോട്ടിൽ വെച്ചിട്ട്. പുള്ളിയുടെ ഇതൊക്കെ ഞാൻ മറന്നുപോയി. അയാള് ഭയങ്കര നല്ല ദേഷ്യത്തിലാണ് സംസാരിച്ചത് അന്ന്. പറഞ്ഞ നീ ഒറ്റ ഒരുത്തി കാരണമാണ് നയന ഔട്ടായി പോകുന്നത്, നീയൊക്കെ എന്ത് പാടിയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്, എപ്പോഴും നിങ്ങളൊക്കെ എലിമിനേഷനിലാണ്. ഇങ്ങനായിരുന്നു. വീട്ടിൽ നിന്ന് മേടിക്കണം, ഫ്ലോറിൽ നിന്ന് മേടിക്കണം, നാട്ടുകാരിൽ നിന്ന് ഞാൻ മേടിക്കണോ? ഇതെല്ലാം സ്ട്രെയിറ്റ് സാധനങ്ങളായിരുന്നു. പിന്നെ ആളുകൾക്ക് ഓർമ്മയും കൂടുതലാണ്. ഇവരൊരു ഇപ്പൊ പോലെ നമ്മൾ ഈ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു പരിപാടി അല്ലല്ലോ. എല്ലാവരും ഒരു എനിക്ക് 8 to 9 വരെ ആയിരുന്നു തോന്നുന്നു സ്റ്റാർ സിംഗറിന്റെ സമയം. ആ പ്രൈം ടൈം ആണ് ഏതെങ്കിലും സ്റ്റാർ സിംഗർ. എല്ലാ ദിവസവും ഉണ്ട് ഈ സംഭവം. അപ്പൊ എല്ലാ ദിവസവും ഒരു 1.5 കൊല്ലത്തോളം നമ്മളെ കണ്ടുകൊണ്ടിരുന്നു.
അല്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഓർമ്മ കൂടുതൽ എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോ 15-16 കൊല്ലമായി സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോഴും എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഇപ്പോഴും ഇതിന്റെ പേരിൽ എന്നെ പാടാൻ വിളിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, നമുക്ക് ഈ സ്ക്രോൾ ചെയ്ത് പോവാത്ത ഒരു നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടി, ഓഡിയൻസിന്റെ അടുത്ത് സംഭവം കിട്ടി. തീർച്ചയായിട്ടും. വേറൊരു കാര്യം കൂടി ഉണ്ട്, അന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇത്ര വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ല. അതേപോലെ ആ കണ്ണാടിയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? സത്യം പറ, ആരെങ്കിലും മറ്റേ ശവിച്ചാ ഇനി ഇങ്ങനെ തന്നെ നിന്നോട്ടെ? അതെനിക്കറിയില്ല, ഇനി ഏതെങ്കിലും ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ ആൾക്കാരാണെങ്കിലും ശവിച്ചിട്ടില്ല. പക്ഷെ ഇത് നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിച്ച നല്ലോണം വണ്ണം വെക്കുന്ന പ്രകൃതമാണ്. ഫുഡിയാണോ ഇഷ്ടമാ? കുറച്ച് കഴിക്കത്തുള്ളൂ. പക്ഷെ ആരാണ് മൊത്തത്തിൽ ഇപ്പോ ഫുഡും ഇതെല്ലാം ഡയറ്റ് ഒക്കെ നോക്കിപ്പിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഡയറ്റ് നോക്കുന്ന ഞാൻ തന്നെയാണ്. പിന്നെ ട്രെയിനർ ഉണ്ട്, ജിം ട്രെയിനർ ഉണ്ട്. പിന്നെ ചെറിയ ഡയറ്റീഷ്യൻ പരിപാടികളുണ്ട്. ആകാൻഷ എന്നാണ് പുള്ളിക്കാരുടെ പേര്. പിന്നെ ഒരു ചെറിയൊരു എനിക്ക് ആസിഡ് റിഫ്ലക്സിന്റെ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു നാച്ചുറോപ്പതി സെന്ററിലും ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അത് ആയുസ്മത്ത് എന്നാണ് സെന്ററിന്റെ പേര്. അപ്പൊ അവര് പറയുന്ന ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ ചോറും കറിയും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ അളവുകളിൽ വ്യത്യാസം, ചില സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. നമ്മുടെ പണ്ട് ഇപ്പോ ഈ ഗാനമേള എന്ന് പറഞ്ഞില്ലേ, ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോയിരുന്ന ഓഡിയൻസ് ആയിട്ട് പോയിരുന്ന ഒരു കാലഘട്ടമില്ലേ? ഞാൻ പോയിട്ടില്ല. അതും പോയിട്ടില്ല. ഇനി എന്തൊക്കെ പോവാത്തതെന്ന് പറയാമോ? ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. ഗാനമേള കാണാൻ പോയിട്ടില്ല. ശരിയാ, പോയിട്ടില്ല. നാടകം കാണാൻ പോയിട്ടുണ്ട്. നന്നായി. എന്റെ ചോദ്യം അതല്ലായിരുന്നു, ഞാൻ വേറെ വഴി കൂടി വന്നില്ല. ഞാൻ ചോദിക്കൂല, എനിക്ക് ട്രോൾ അടിച്ചാണ്. ഇപ്പൊ പള്ളിയിലൊക്കെ ഗാനമേള, ഞങ്ങളുടെ പള്ളിയിൽ ആകെ ഒരു പ്രാവശ്യം കണ്ടേ ഗാനമേള വന്നിട്ടുള്ളൂ. അപ്പൊ ജാസ്തി ചേട്ടന്റെ ഗാനമേളയായിരുന്നു. അപ്പൊ അന്ന് എന്നെ പാടാൻ അതിനകത്ത് ഈ നാട്ടിലെ കുട്ടീനെ 2 പാട്ട് പാടിക്കണം, ആ പരിപാടി ഇല്ലേ? അപ്പൊ അതിനകത്ത് നാട്ടിലെ കുട്ടി ജാസിഫിന്റെ കൂടെ പാടണം, അതിനെ കയറ്റി നിർത്തിയേക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല, ബാക്കിലിരുന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ജാസിനോട് വന്നിട്ട് പാടിയായിരുന്നു. ഏത് പാട്ടാ പാടി അന്ന്? അയ്യോ, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പാടിയ പാട്ട് ജാസ് ചേട്ടന്റെ കൂടെ ഒന്നും പാടാൻ തരത്തില്ലെന്ന്. അതില്ല, അതാ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഫേമസ് സിംഗറിന് വരുമ്പോ അവരുടെ കൂടെ ഒന്നും പാടാൻ സമ്മതിക്കില്ല. സിനിമയിലൊക്കെ അങ്ങനത്തെ പരിപാടി ഇല്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് അവരാരും ചൂസ് ചെയ്യാത്ത, അപ്പൊ ചേട്ടന്റെ കൂടെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ പാടുന്നത്, അപ്പൊ അവരാരും ചൂസ് ചെയ്യാത്ത ഒരു പാട്ട് നമുക്ക് ചൂസ് ചെയ്ത് പാടാം. അങ്ങനെ അന്ന് മൗനമേ ആ പാട്ടാ പാടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്തായാലും അപ്പോഴത്തേക്കും നാട്ടിലെ ഗായികയായി മാറിയായിരുന്നു മൊത്തത്തിൽ. ഓക്കെ, പിന്നെ ഞങ്ങളുടെ ക്യാമറമാൻ എന്തൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്താ? ഇല്ല, നീ എന്ത് ചോദിച്ചു? ഇല്ല, ചോദിക്കാൻ പറഞ്ഞു. പറയടാ, ചോദിക്കടാ. ബുക്സ് വായിക്കാറുണ്ടോ? ഓക്കെ, ചോദ്യമോട്. ബുക്സ് ഒക്കെ വായിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും വായിച്ചേക്കുന്ന ഏറ്റവും നല്ല ബുക്ക്? ഏതാ? കുറെ ബുക്കുകളുണ്ട് ഇഷ്ടം. ട്രാവൽ ചെയ്യുമ്പോഴാണോ കൂടുതൽ ബുക്സ് ഒക്കെ? അല്ല, ഞാൻ ഡെയിലി വായിക്കും. കിടക്കുന്നതിന് മുന്നേ ഒരു 10-15 പേജ് എങ്ങനെ പോലും. എന്താണ് ബുക്സ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം? എനിക്ക് എനിക്ക് ഇമാജിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫിക്ഷനാ വായിക്കുന്നെങ്കിൽ നമ്മൾക്ക് ഇമാജിനേഷൻ ഭയങ്കര രസമാണല്ലോ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു പോട്ടർ ഹെഡാണ്. ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ സിനിമ കാണുന്ന പോലെ അല്ല പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഫീല്. ഇതിനകത്തൊരു 3/4 ഭാഗം സിനിമയിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. കണക്ട് ആവും. അപ്പൊ നമ്മൾ ഈ ആൾക്കാരെ വെച്ച് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. അത് അങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകങ്ങളിൽ കൂടെ. അല്ലാതെ ഞാൻ ഇപ്പൊ കൂടുതലും നോൺ ഫിക്ഷൻസ് ആണ് വായിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഫോർ എന്താ പറയാ, സെൽഫ് ഹീലിംഗ്, ബെറ്റർമെന്റ് ശ്രമിക്കുന്നു. ഹൊറർ ബുക്സ് എന്താ വായിക്കാത്ത? ഇമാജിൻ ചെയ്യണം, പേടിയാണോ ശരിക്കും? അങ്ങനത്തെ
ഞാൻ ആകെ കണ്ടിരിക്കുന്ന ഹൊറർ സിനിമ വല്ല ആകാശഗംഗയും ഇൻഗോസ്റ്റേഴ്സിനും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കാണത്തില്ല, വെറുതെ കണ്ടിട്ടില്ല. ഞാൻ കാണില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് വാമ്പയേഴ്സ്, ട്രൂ ക്രൈം സ്റ്റോറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്. സൈക്കോ ആണല്ലേ അല്ലേ? അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പ്രേതത്തെ എനിക്ക് പേടിയാ. കുഴപ്പമില്ല, ഇടയ്ക്ക് അങ്ങനെ പേടിക്കുന്നത് നല്ലതാണ്, ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോകാം. ഏതാണ് ഇനി അടുത്ത ഏതാ ഞങ്ങൾക്ക് കൂടി പാടി തരാൻ പോകുന്നത്? അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഏത് പാട്ട്? ഏത് വേണമെങ്കിലും പഠിക്കും. നമ്മൾ ചെയ്തൊരു ഒറിജിനൽ പാട്ടുണ്ട് നമ്മുടെ ബാൻഡിന്റെ. അപ്പൊ അത് ദൈവമേ അതെനിക്ക് ഓർമ്മയുണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ പാടാറില്ലല്ലോ. കുഴപ്പമില്ല, സ്വന്തം പാട്ടായതുകൊണ്ട് എവിടെ എടുത്ത് വച്ചേക്കനെയാണ്. സ്വന്തം പാട്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേ പാടാം. പിന്നെ തീർച്ചയായിട്ടും ആർക്കും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പഠിക്കൂ. പാട്ട് ദൂരത്താരോ മായുന്നെങ്ങോ എങ്ങോ മാനത്തിൻ നീ താരം തേടുന്നേതോ തീരം ഈ രാവിലിന്നിതേതോ ഞാൻ തേടും നിലാവിൽ നിഴലായി ഇന്നാരോ മായും മുകിലാകെ കാണാതെ എങ്ങോ ഏലോ ഏലോ ഏലേലോ ഏലേലോ ഏലേ ഏലോ ഏലോ ഏലേലേലോ ഏലോ ഏലോ ഏലേലോ ഏലേലോ ഏലേ ഏലോ ഏലോ ഏലേലേലോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി. തെറ്റാണ് പാടിയെങ്കിലും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പാട്ടുകൾ കുറച്ചും കൂടെ പ്രൊഡക്ഷനും കൂടെ വെച്ച് കേട്ടാലേ അതിന്റെ ഒരു മനസ്സിലാവുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നത്. താങ്ക് യു. ഇങ്ങനെ കുറെ ഫസ്റ്റ് സിനിമ ഏതാ? ഡോക്ടർ ലവ് ആയിരുന്നു. ശരിക്കും നമ്മളൊക്കെ കുറെ വിചാരിച്ചത് ഇനി ഇവിടെ അങ്ങോട്ട് കുറെ സിനിമകളില് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ, നടന്നില്ല. എന്തുകൊണ്ട് എവിടെ? പക്ഷെ എല്ലാവരും ചിരിക്കും നോക്കിയിരുന്നിട്ട് ഞാൻ ഓക്കെ ശരി എന്താണ് ഞാൻ പറഞ്ഞത്? അത് തന്നെ ഞങ്ങൾ ഡോക്ടർ ലവ് എന്ന് തുടങ്ങി ഇങ്ങനെ ഒരു സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറുന്ന ലിസ്റ്റുകളിൽ ഒരു ഗായികയുടെ പേര് അഞ്ജു ആണ്. അങ്ങനെയൊക്കെ ഉറപ്പിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മളെല്ലാവരും. പിന്നെ എവിടെയാണ് ഒരു കണക്ഷൻ വിട്ടുപോയത്? അയ്യോ അത് എനിക്കും അറിയത്തില്ല എവിടെ കണക്ഷൻ വിട്ടതെന്ന്. സി ഞാൻ ലൈവ് ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്, അല്ലാത്ത റെക്കോർഡിങ്സും ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും സിനിമയായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് അത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ നമ്മള് സിനിമയിൽ there was a point when സിനിമയിൽ പാടിയാലേ നമുക്ക് വാല്യൂ ഉള്ളൂ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഇപ്പം അത് കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ പാട്ടുകൾ ചെയ്താലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടോ സിനിമയിൽ പാട്ടുകൾ വരുന്നില്ല. ഞാനപ്പോൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഒന്ന് ഞാൻ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി മടിയുള്ളൊരു ആളാണ്. എൻ്റെ ബേസിക് കൂട്ടുകാരെ കോണ്ടാക്ട് ചെയ്യും എന്നല്ലാണ്ട് ഇച്ചിരി മടിയാണ് എനിക്ക് കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും പാട്ടുകാരുള്ളൊരു സമയത്ത് ഇവരെ ഞാൻ കോൺസ്റ്റന്റ് ഒരു കോണ്ടാക്റ്റിൽ ഇരുന്നാലല്ലേ എന്നെ ഓർക്കെങ്കിലും ചെയ്യുള്ളായിരിക്കും. അതായിരിക്കാം ഒരു കാരണം. പിന്നെ ഉള്ള റീസൺ, നിങ്ങൾ ഇനി മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വിളിച്ചില്ല. ഇപ്പൊ ഒരു പാട്ട് പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ റെഡിയല്ലേ? റെഡിയാണ്. എന്താ ഇപ്പൊ വിളിച്ചാലും വരുമെന്ന്. അതെ, ഫോൺ ഇപ്പൊ വിളിച്ചാലും വരും. വിളിക്കും. നോക്കി ഈ ഇന്റർവ്യൂ കണ്ടിട്ട് 5 പാട്ടെങ്കിലും പാടാം മിനിമം വിളിക്കും. പിന്നെ നമ്മൾ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആദ്യം നമ്മൾ സെൽഫ് ക്രിട്ടിസൈസിങ് ആയിരിക്കും നടക്കുക. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പാട്ട് ശരിയല്ലാഞ്ഞിട്ടായിരിക്കും. പിന്നെ കുറച്ച് നാൾ വിചാരിച്ചു വോയിസ് ശരിയല്ലാഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇത് മറ്റിടത്ത് വർക്ക് ആവുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ലൈവില് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ
ഐ ഡോണ്ട് നോ ദ റീസൺ. പക്ഷെ ഐ വുഡ് ലവ് ടു സിംഗ് ഇൻ ഫിലിംസ്. എനിക്ക് ഇഷ്ടമാണ്, പാടാൻ എനിക്ക് ഇഷ്ടമാണ്. എന്തായാലും ഇനി ചിലപ്പോ പലർക്കും ചില തെറ്റിയാറുണ്ടാവും. അഞ്ചു ഭയങ്കര ബിസിയാണ്, സോഷ്യൽ മീഡിയയിലും ഇവിടെ ഇവിടെയും ഷോ ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഞാൻ വരും അല്ല വിളിച്ചാ വരും. എന്തായാലും പാടും. ഒന്നോ രണ്ടോ ഒരു പാട്ടിന് വിളിച്ച് 2 പാട്ടേലും പാടിത്തരും. ഫ്രീ ഓഫർ ഉണ്ട് ഇപ്പൊ. അല്ല പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കാം ഇതിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നത്. അറിയിക്കാതെ നല്ലതായിരിക്കുന്നത്. ഓക്കെ, വന്നില്ലേലും വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കവർ സോങ്സ് ഇഷ്ടംപോലെ. പറയാൻ മറന്നുപോയി, ബാഹുബലിയിലെ പാട്ടുപാടി വേറെ സ്റ്റേറ്റിൽ വരെ വൻ ആരാധകരെ സൃഷ്ടിച്ചല്ലേ. എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഹിറ്റ് അടിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത് ഹിറ്റ് അടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഹിറ്റ് അടിച്ചു കഴിഞ്ഞപ്പോ രാജമൗലി സാർ വിളിച്ചു, കീരവാണി സാർ വിളിച്ചു. ഒരു മിനിറ്റ്, രാജമൗലി സാർ വിളിക്കുമ്പോ നമ്മുടെ കയ്യിൽ നമ്പർ ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു? സാധാരണ ഞാൻ തിരിച്ചാ കൊടുക്കാറ്, ഇതിപ്പോ എനിക്ക് കിട്ടി തുടങ്ങിയല്ല. ഞാൻ ആദ്യം വിചാരിച്ചു പറ്റിക്കുന്നതായിരിക്കും. ഒരാള് കണ്ടിട്ട് ഇങ്ങനെ ഒരാള് വിളിക്കും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പറ്റിക്കുവാണ്. മൂപ്പര് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതോ ഒരാള് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളിത് ഫേക്ക് ആയിട്ട് എന്നെ പറ്റിക്കാൻ വിളിക്കുന്നതാണോ? അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല, എന്റെ ടീം നിങ്ങളെ വിളിക്കും, വിളിച്ചിട്ട് നിങ്ങള് അവരാദ്യം വിശ്വസിപ്പിക്കും, ഇല്ല അവര് ഷെയർ ചെയ്യുമെന്ന് എന്തോ പറഞ്ഞു. അവരുടെ ടീം ഇത് ഷെയർ ചെയ്യും എന്നെന്തോ പറഞ്ഞു. അപ്പോഴും ഞാൻ പിന്നെ പറ്റിക്കാൻ വിളിച്ചാണ് നമ്മ സാധനം വിളിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഷെയർ വന്നപ്പോഴാണ് തിരിച്ചു വിളിച്ചിട്ട് സോറി, ഞാൻ വിചാരിച്ചു ആരോ പറ്റിക്കാൻ വിളിച്ചായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. നമ്മളൊരു അവാർഡ് ഫംഗ്ഷനിൽ നമ്മളെ പെർഫോം ചെയ്യാൻ വിളിച്ചു. തെലുങ്കിൽ അന്ന് ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. ആ സമയത്ത് നമ്മളെ കുറെ ഷോസിനും ഒക്കെ വിളിച്ചു, ടീമിനെ ഫുള്ളായിട്ട് വിളിച്ച് നമ്മൾ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട് അവിടെ. അന്ന് അവിടെ കുറെ ആർട്ടിസ്റ്റുകളെയും കണ്ടിട്ടുണ്ട്, തെലുങ്ക് നടന്മാരെയും നടിമാരെയും എല്ലാവരെയും അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് എനിക്ക് പേഴ്സണലി ഇത് കിട്ടിയത് കീരവാണി സാർ, അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിളിച്ചപ്പോഴാണ്. അദ്ദേഹത്തെ അല്ലാതെ തന്നെ നമുക്ക് മലയാളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പാട്ടുകളോടുകൂടി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് മറ്റേ നമ്മളെപ്പോഴും ശശികല ചാർത്തിയ ദീപാവലി, അത് ഓൾവേസ് നമ്പർ 1 ഉള്ളതായിരുന്നു. പിന്നെ അതും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പോൾ ആ മൂപ്പര് വിളിച്ചപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു, ഇത് അറേഞ്ച്മെന്റ് നിങ്ങൾ എങ്ങനെയാ ചെയ്തത്, എത്ര പേരാണ് ഇത് ചെയ്തതെന്നൊക്കെ പുള്ളി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സമയം വരെ സാറുമായിട്ട് കോണ്ടാക്ട്സിലും ഉണ്ടായിരുന്നു. പാട്ടുകളൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ അയച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ പുള്ളി കേൾക്കും, അപ്പൊ തന്നെ കേൾക്കത്തൊന്നുമില്ല, കുറച്ച് മേ ബി 2-3 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ കേട്ടിട്ട് തിരിച്ച് വിളിക്കാറുണ്ട്. ചിലരുടെ നമ്പർ ചോദിച്ചിട്ടൊക്കെ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. ചില ഇവിടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ നമ്പർ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ, കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര മിടിക്കായത് കൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രാജമൗലി സാറിന്റെ നമ്പർ സേവ് പോലും ചെയ്തിട്ടില്ല. രാജമൗലി സാറിന്റെ നമ്പർ ഉണ്ട്. രാജമൗലി സാറിന്റെ അന്ന് ആ എക്സൈറ്റ്മെന്റിൽ ഇത് പോയി. ഇത് രാജമൗലി സാർ കേൾക്കുമ്പോഴുള്ള അവസ്ഥ എനിക്ക് പുള്ളി ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമായിരുന്നു. സ്ഥിരം കാണാറുള്ള ഒരാളാണ്, എന്നെ വിളിച്ച് പറയാറുണ്ട്. ആണല്ലേ? എന്നാ ഓക്കെ, മലയാളം മനസ്സിലാവില്ലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ സബ്ടൈറ്റിലൊന്നും ഇടാതിരുന്നാ മതി. ഇല്ല, അതും വിശ്വസിച്ച് എന്തായാലും. അപ്പോ പക്ഷേ അന്നത് ഭയങ്കര സംഭവമായിരുന്നു. കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ. പക്ഷെ അതിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ. അക്കപ്പല്ല ടീമിനെ കൊണ്ട് നടക്കുക എന്നുള്ളത്, ഒരു ഓൺസംബിൾ ഉണ്ടാക്കിയത് കൊണ്ട് നടക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കഷ്ടപ്പെട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗംഭീര റിസൾട്ട് തീർച്ചയായിട്ടും. അത് എനിക്ക് സ്റ്റിൽ ആഗ്രഹമുണ്ട്, ഇഫ് ദർ ഇസ് എ ഗ്രൂപ്പ്, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ ഞാനും എൻ്റെ വോക്കൽ ട്രെയിനറുണ്ട്, ലിജോ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഞാനും കൂടെ ഒരു സമയത്ത് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, പുറത്തൊക്കെ മ്യൂസിക്കൽസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ മേ ബി രക്തരക്ഷസൊക്കെ ഒരു പ്ലേ
എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് രക്തരക്ഷസ് എന്നൊക്കെ പറഞ്ഞ പ്ലേസ് നടക്കാറില്ലേ, നാടകങ്ങൾ നടക്കാറില്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നീത അംബാനിയുടെ ഒക്കെ അവിടെ മ്യൂസിക്കൽസ് നടക്കാറുണ്ട്, പ്രോപ്പർ മ്യൂസിക്കൽസ്, ബ്രോഡ്വേ മ്യൂസിക്കൽ എന്ന് പറയുന്ന സംഭവം. അതുപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ടീം വേണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ വേണം. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൈസ എടുത്ത് മുടക്കുകയാണെങ്കിൽ ടു ടഫ്. ഓൾറെഡി ഇൻഡിപെൻഡന്റ് പാട്ടിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസർ. ഉദ്ദേശമുണ്ടോ? അതിലെനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം. കലൂർ ഒരു ഫ്ലാറ്റ് വെക്കാറുണ്ട് സുഹൃത്തുക്കളെ, തന്നെ മിക്കവാറും ഞാനിപ്പോഴേ പരസ്യം കൊടുത്തേക്കാം. ഇല്ലല്ലേ, അന്നില്ല. ഓക്കെ, എന്നാലും ചെയ്യാൻ പറയാം. ഒരു പ്രൊഡ്യൂസർ വരും, ഓനായിനെ പോലെ പെട്ടിയിൽ പൈസ ഒരാൾ വരും. നമുക്കും വേണ്ടേ ഒരു മ്യൂസിക്കൽ സംഭവമൊക്കെ? പുറത്ത് ബ്രോഡ്വേ മ്യൂസിക്കൽസ് മാത്രം മതിയോ? നമ്മുടെ നാട്ടിൽ വേണം, മലയാളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോ ഇറങ്ങായിരിക്കും. അതൊരു ബിസി അല്ലേ നമ്മള് ലൈവ് ഷോസ് ആയിട്ട്. ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഷോസ് ഏതൊക്കെയാണ്? ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തത് കൊച്ചിൻ കാർണിവൽ നമ്മൾ ചെയ്തു. നമ്മൾ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആസ് എ ബാൻഡ് എന്നുള്ള രീതിയിൽ ഫുൾ ഓൺ ആയിട്ട് ചെയ്തു തുടങ്ങിയത് ഈ ഷോ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാള് കാത്തിരുന്ന്, അതായത് നമ്മൾ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷത്തോളം ആയിരുന്നു. പക്ഷെ നത്തിങ് വാസ് ഹാപ്പനിങ് സാഡ്ലി. കുറച്ച് ഷോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇത് ഞാൻ ബേസിക്കലി ഞാനിത് വിടാം, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലേക്ക് വന്നപ്പോൾ ഇവൻ എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അവർക്കായിരുന്നു എൻ്റെ പുറത്ത് വിശ്വാസം. അപ്പോൾ ജനുവരി 2-ാം തീയതി സംഭവം വന്നു, കയറി അടിച്ചു, കൊച്ചിൻ കാർണിവൽ അടിച്ചു. എനിക്കൊന്ന് 1.5 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് എ പ്രോപ്പർ ഹിറ്റ്. അന്നാണ് ഓ മൈ ഗോഡ് ആ ഒരു സാധനം കിട്ടുന്നത് നമുക്ക്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മള് കൂടുതൽ നടന്നിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് നമ്മൾ റീലുകളും കാര്യങ്ങളും അന്ന് ആൾക്കാരിട്ട സ്റ്റോറിയും ഇതും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാ കൊണ്ട് സംസാരിച്ച് പോയിട്ടുണ്ട്. കാരണം ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു സാധനം കിട്ടുന്നത് കൊണ്ട് അത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ഷോ ചെയ്താൽ, ചെങ്ങന്നൂർ നമ്മളൊരു പബ്ലിക് ഇവന്റ് ചെയ്തായിരുന്നു, സരസ് മേള എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റിൽ നമ്മൾ പെർഫോം ചെയ്തു. നമ്മൾ എന്താ ഈ പ്രാഞ്ചേട്ടന്റെ പരസ്യം പോലെ കാശ് കൊടുത്താൽ കൊടുക്കുന്ന കാശിന് ഞാൻ ഗ്യാരണ്ടി. നമുക്കൊരു സ്റ്റേജ് കിട്ടിയാൽ നമ്മൾ മാക്സിമം കൊടുക്കും, 100-150% കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മളിങ്ങനെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ റീൽ ഇങ്ങനെ കിടക്കാണ്, ഏത് ടൈപ്പ് ഓഫ് പെർഫോമൻസ് അതിൽ കിടപ്പുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഒരു വൈബിൽ നോക്കുമ്പോൾ ഇതൊക്കെ കേട്ടാ കൊള്ളാം, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സരസ് മേളയിൽ നമ്മൾ പെർഫോം ചെയ്തപ്പോ അവിടുന്ന് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. വി ഡിഡ് ഒരു 8-9 ഷോ നമ്മൾ ആ ചുറ്റുഭാഗത്ത് ചെയ്തു കോളേജസിൽ. ബിക്കോസ് ദേ വാണ്ടഡ് ടു സീ, ഇത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി സന്തോഷം കൂടുതലാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെന്നു, അത് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ആൾക്കാർ കേട്ട് നമ്മളെ വിളിക്കുക. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള സാധനം. ചെന്ന എല്ലാ സ്റ്റേജസും, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റേജസും അടിപൊളിയായിരുന്നു. പിന്നെ കുറെയൊക്കെ കോളേജ് ഷോസ് ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ഫുൾ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റേജും ക്രോസ് ചെയ്യുമ്പോൾ. ഓ മൈ ഗോഡ്. റീസെന്റ് നമ്മളൊരു കോഴിക്കോട് ഡെന്റൽ കോളേജ് ചെയ്തിരുന്നു. ഒരു മാസം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ US ഒരു ഷോ, ഒരു 8-10 ഷോസ് ആയിട്ട് പോയേക്കുമായിരുന്നു. തിരിച്ചു വന്നിട്ട് ചെയ്തതായിരുന്നു. ഓ മൈ ഗോഡ്, അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓഫ്, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. വാ, അടിപൊളി. ഇപ്പൊ നമ്മൾ കണ്ട അഞ്ജു, ഇതെല്ലാം സഹിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം ആദിത്യം ബ്രോ. എന്താ ആദിത്യം ബ്രോ എന്താ വിളിക്കുന്നത്? അങ്ങനെ തന്നെ വിളിക്കുന്നത്? എന്റെ ദൈവമേ, ആലോചിക്കുന്ന അല്ലല്ല, പല പല വിളികളുണ്ട്. പരമു, എടാ പരമേശ്വര, വിളിയേക്കണ്. ഇല്ല ഹായ് ബ്രോ. പിന്നെ ബേബേ, എന്താ
ബേബ് എന്നുള്ള സാധനത്തിന്റെ Okay. ബേബേ എന്ന് വിളിക്കും. പിന്നെന്താ ആദിത്യാന്ന് വിളിക്കാറേ ഇല്ല. ദേഷ്യം വരുമ്പോ ഇല്ല, ബേബയുടെ ഒക്കെ മാറും, ടോണൊന്ന് മാറും. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എവിടെയാ ഹണിമൂണൊക്കെ എവിടെയായിരുന്നു? അയ്യോ ഹണിമൂണിന് ഇപ്പൊ ഈ US പോയപ്പോ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഒന്ന് ഒർലാൻഡോയിലൊക്കെ പോയി, യൂണിവേഴ്സലിലൊക്കെ പോയി, വിസിറ്റിംഗ് വേൾഡ് ഓഫ് ഹാരി പോട്ടറിലൊക്കെ പോയി ഒന്ന് മറിഞ്ഞു കുറച്ചു നേരം. അത് ചെയ്തു. പിന്നെ വെർജീനിയ അങ്ങനത്തെ ന്യൂയോർക്കിലൊക്കെ ഒന്ന് പോയി. ഓക്കെ. ബ്രോനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണ്? ഞാനോ? ഞാൻ ഫുൾ ടൈം ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ, അത് അതിനുള്ള ഒരു ഫുൾ ടൈം എങ്ങനെ പാവം, എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് വന്ന് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ അവനെന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ എന്നെ പോലെ ഒരു നല്ലൊരു സ്ത്രീ. ഒരു ശബ്ദം കേട്ടാ, പല്ല് കടിക്കുന്ന ശബ്ദം കേട്ടാ, ആരത്? എന്നാലും നമ്മൾ പറയില്ലേ, കറക്റ്റായിട്ട് ചേരേണ്ടവരങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരിക്കും. അവനും പറയും ചേരേണ്ടവർ ചേർന്ന് കഴിഞ്ഞപ്പോ എന്റെ ലൈഫ് മാറിയത് ആദ്യത്തെ കല്യാണം കഴിച്ച് ആ ഒരു സ്പോട്ടിൽ നിന്നായിരുന്നു മാറിയത്. അത് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ നേരത്തെ ഇരുന്നിട്ടില്ല. ടച്ച് വുഡ് ഷോസ് ആയിട്ട് നമുക്ക് നല്ലൊരു കാലമാണ്. അതാണ് പറഞ്ഞത്. എല്ലാം നമുക്ക് മാത്രമല്ല, ലൈഫ് ഇസ് സോ ഈസി, സിമ്പിൾ, ഭയങ്കര എളുപ്പമാണ് ലൈഫ്. കാരണം ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ട് ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, ഇത് മോർ ദാൻ ഒരു 17-18 years. ആദ്യമായിട്ട് കണ്ടുപിട്ടിയത് സ്കൂളിലായിരുന്നു. എന്റെ സ്കൂളിൽ പഠിക്കാൻ വന്നു. അപ്പൊ കണ്ടുപിട്ടിയതാണ്. എന്താണ് ആദിത്യം ബ്രോനിൽ ഇഷ്ടപ്പെട്ടത്? എന്താണ്? അയ്യോ അങ്ങനെ ആദിത്യം ബ്രോനെ കൂടി ഇരുത്തണമായിരുന്നു. എനിക്കിപ്പോ പറഞ്ഞു തന്നേനെ. ആദിത്യന് ഇഷ്ടമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത് ഭയങ്കര കാമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളാണ്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റോം ആണ്, അവൻ കാമാണ്. ഐ എഗ്രി. അപ്പൊ അത് വളരെ നല്ലൊരു ഇതാണ്. പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കൈൻഡാണ് എല്ലാവരോടും. ഇതിപ്പോൾ എന്നോട് മാത്രം എന്നല്ല, എല്ലാവരോടും കൈൻഡായിട്ടുള്ള മനുഷ്യനാണ്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള, ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള. എന്നാൽ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എല്ലാം മുഖത്തടിച്ച് അങ്ങ് പറയുന്ന ആളല്ല. എന്നാൽ ഡിപ്ലോമസി വേണ്ട സ്ഥലത്ത് ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്ന, നമ്മളെ കറക്റ്റ് ആയിട്ട് തിരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ്. എക്സാക്ട്ലി. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും പോയാൽ ഇപ്പൊ പണ്ടൊക്കെ ഞാനൊരു 6 കൊല്ലം ഒരു ഒറ്റയ്ക്ക് താമസിച്ച ആളാണ്. 5-6 കൊല്ലം ഒരു ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരാൻ നമുക്കൊരു കാരണം ഇല്ലായിരുന്നു. ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് എവിടെ ചെന്നാലും നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഹോം. പുള്ളി ഒരു ഞാൻ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്നത് ആദിത്യ ഹോം എന്നാണ് ഞാൻ വിളിക്കാറ്. നമുക്ക് പീസ് കിട്ടുന്ന, ഇപ്പൊ ഹോം ഇസ് നോട്ട് എ പ്ലേസ്, ഹോം ഇസ് എ പേഴ്സൺ ആക്ച്വലി. തിരിച്ച് അവിടെ ചെല്ലുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് എന്തുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തില് ആളുണ്ട്. എന്ത് സാധനം ചെയ്താൽ, അതിപ്പോ എന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ എന്ത് സാധനം ഞാൻ ചെയ്യാൻ, എന്ത് മണ്ടത്തരം പരിപാടിക്ക് ഞാൻ ഇറങ്ങി തിരിച്ചാലും ഓവർ കോൺഫിഡൻസ് തന്ന് കൂട്ടുകാരുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും വളരെ ഒരു കാര്യം കൂടി, ആ കല്യാണത്തിന് പാട്ട് പാടുന്നുണ്ടെങ്കിൽ കരഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നി. അത് എത്രത്തോളം ആ മനുഷ്യൻ എന്താണെന്ന് നമുക്ക് ആ ഒരൊറ്റ മൊമെന്റിൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് ആൾക്കാര്, എനിക്ക് ഇമോഷണൽ ആയേക്കുന്ന ആൾക്കാരെ ഇഷ്ടം, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ. അപ്പൊ അതിപ്പോ സ്നേഹമാണെങ്കിലും ദേഷ്യം അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അല്ലാതെ ഇപ്പൊ വിഷമം വന്നാൽ വിഷമം കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് സ്നേഹം നമ്മൾ വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാം തുറന്നു പറയുന്നത്. യെസ്, അത് ആക്ഷൻസിലും ഉണ്ട്, വാക്കുകളിലും ഉണ്ട്. ഐ വിഷ് ഞാൻ ചില സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാര് ഈ ആരാധിക പാട്ട് ഇപ്പൊ നമ്മുടെ പാട്ട് പോലെ ആയിപ്പോയി. ഒരു നാൾ കിനാവ് പൂത്തിടും എന്നുള്ള നമ്മുടെ പാട്ട് പോലെ ആയി. പാടിയ സൂര്യേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ മ്യൂസിക് ചെയ്തതെങ്കിലും നമ്മുടെ പാട്ടായി മാറി. അപ്പൊ എല്ലാ തവണ സ്റ്റേജിൽ ചെല്ലുമ്പോഴും ഒരു അൺപ്ലഗ്ഡ് സെഷൻ ഉണ്ട്. നമുക്ക് ഈ പാട്ട് വന്നിരിക്കും,
അപ്പൊ അത് ട്രെൻഡായി, നമ്മൾ വഴി വേറൊരു രീതിയിൽ ട്രെൻഡായി. എല്ലാ തവണയും ഞാൻ ഇത് പാടാറുണ്ട്. പാടിക്കഴിയുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. ഐ വിഷ് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ആദിത്യ ഉണ്ടായിരുന്നെങ്കിൽ യുവർ ലൈഫ് വിൽ ബി ലൈക്ക് എന്താ പറയാ സോ ഗുഡ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലേക്ക് പോയാലും നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടായെങ്കിലും പലരും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ ഒരിക്കലും താഴത്തേക്ക് പോകില്ല. എല്ലാ ലൈഫിലും ഓരോ സ്റ്റെപ്പിലും ഇവരുടെ എല്ലാവരും പ്രാർത്ഥനയുടെ എഫക്റ്റ് ഉണ്ടാവും. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും നിറഞ്ഞ സദസ്സിൽ ഒരുപാട് പാട്ടുകൾ പാടി, സിനിമയിലൊക്കെ പാട്ട് പാടി, രാജ്മൗലിയൊക്കെ ഡേറ്റ് ഇട്ടാണ് ഓടി അടക്കട്ടെ. അത്ര വിവരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. കട്ടിയില്ലേ നല്ല സംസാരമായിരുന്നു, കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള സംസാരമാണ്. നല്ല വൈബുള്ള ഒരാളാണ്, നല്ല രസമില്ല. താങ്ക് യു.